സംഗീത രണ്ടു വാക്ക് എന്താണ്? ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. തിയേറ്ററിലേക്ക് എല്ലാരും ചിരിയും ക്ലാപ്സ് ഒക്കെ കണ്ടില്ലേ? കണ്ടു ഹൈ മൊമെന്റിലാണ് നിൽക്കുന്നത്. അതെ. എന്ത് തോന്നി? ഹാപ്പി അല്ലേ? പിന്നെ പൊളിച്ച് തൂക്കി ഒന്നും പറയാ. ഓണം വിന്നർ. താങ്ക് യു. എന്താണ് സന്തോഷം? എങ്ങനെയുണ്ട്? കോമഡി ഒക്കെ വർക്ക്ഔട്ട് ആയി? ഫുള്ള് ചിരിയായിരുന്നു. നമ്മളും ഹാപ്പി അല്ലേ? ഹാപ്പി. ഗംഭീരായിട്ടുണ്ട്. പിന്നെ നിവിൻ ചേട്ടൻ ചിരിച്ച ഹിറ്റല്ലേ? എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ? ഒരു നല്ല എന്റർടൈനറാണ്. എല്ലാവരും തീർച്ചയായിട്ടും പടം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഈ ബദ്ലേമിന് പൊതുവെ പ്രൊമോഷൻസ് കുറവായിരുന്നു. ഓഡിയൻസ് സ്വീകരിക്കും എന്നുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് അതിന് കാരണം? അങ്ങനെയല്ല, അതായത് അത് നിങ്ങൾ ഭാവന സ്റ്റുഡിയോസ് സംഗീത് കുറച്ച് കിട്ടത്തില്ല, ദൂരെ പോയ സൗണ്ട് കിട്ടത്തില്ല. നിങ്ങളെല്ലാവരും പടം കഴിഞ്ഞു, അടിപൊളി പടം, രക്ഷയില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഭയങ്കര ഹാപ്പി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. സന്തോഷം. നിവിൻ ചേട്ടായിട്ട് ഒരു കോംബോ ആദ്യമായിട്ടാണല്ലോ? അല്ല, ആദ്യമായിട്ടല്ല, ബോസൻ കോയിലുണ്ടായിരുന്നു. അല്ല, അങ്ങനെയല്ല, ഇത്രയും. അതെ. അപ്പം തിയേറ്റർ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് വർക്കായോ? എനിക്ക് ചിരിയെ കണ്ടില്ലേ? കിട്ടിയ പടം. താങ്ക് യു കേട്ടോ, സന്തോഷം. മലയാളികൾക്ക് പുതിയൊരു കോമ്പോനെ ഇട്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനെ ആവട്ടെ. ഷാംബ്രോ കാന്താര റെഫറൻസ് എന്തൊക്കെയാണ് കാണുന്നത്? ചിരിപ്പിച്ച് റെഫറൻസ് അല്ല, നമ്മളൊരു ബാധകർന്നൊരു കിളി പോയ ഒരാളുടെ പരിപാടിയാണ്. കിട്ടില്ല പെർഫോമൻസ് ആണ്. താങ്ക് യു സോ മച്ച്. എന്താണ് ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും വന്ന് കാണുക തിയേറ്ററിൽ. പറഞ്ഞ പോലെ ഗിരീഷിൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് എൻ്റെ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, എപ്പോഴും പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് തന്നിട്ടുള്ള ഒരാളാണ്. നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു സീനാണെങ്കിലും അത്രയും ട്രസ്റ്റ് ചെയ്ത് എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് അത് മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആൾക്കാർ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തലയ്ക്ക് ഇടിയൊക്കെ കിട്ടിയായിരുന്നു ആ സമയത്ത്. എല്ലാവരും കാണുക തിയേറ്ററിൽ. താങ്ക് യു. ഒരു വെറൈറ്റി ജെ കെ ഉണ്ട് അതിൽ. വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഇതിലൊരു ചെറിയ അതെ. എന്തായാലും ഓണം തൂക്കി. താങ്ക് യു. ഒരുപാട് സന്തോഷം ബ്രോ. എന്താ പറയണ്ട, എല്ലാരും പടം കാണട്ടെ. പടം കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് സന്തോഷം തന്നെ. താങ്ക് യു. പോട്ടെ. എല്ലാവരും വിളിച്ചോണ്ടിരിക്കുന്നതാണ്. എല്ലാരും കാണാൻ കേറിട്ടുണ്ട്. എല്ലാരും കാണട്ടെ. എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി. ഇനി നിങ്ങളല്ലേ പറയണ്ടേ?
പടം ഒന്നും നോക്കണ്ട, പടം ഓണം തൂക്കി, അതിൽ ഒരു മാറ്റമില്ല. താങ്ക് യു ഫാമിലി വർക്കിനെക്കാളും ഒരു ഇമോഷണൽ എല്ലാ രീതിക്ക് അതിലേക്ക് കടന്നു പോകുന്നുണ്ട്. എല്ലാത്തരം ഇമോഷൻസും വരുന്നുണ്ട്. പടം നോക്കുമ്പോൾ ഒരു ക്ലീഷ പോകുകയാണെങ്കിൽ പക്ഷെ ഭയങ്കര രസകരമായിട്ടാണ് ഇതിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസിനോട് കാണുന്നത് എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നി പടം. കണ്ടപ്പോഴും മൊത്തത്തിൽ ആ ഇമോഷൻസ് ഹോൾഡായി പോകുന്നുണ്ട്, ചിരികളുണ്ട്, ഭയങ്കര സന്തോഷം. നിവിൻ ചേട്ടനെ ഭയങ്കര കൂളായിട്ട് കണ്ടിരിക്കുന്നു. ഗിരീഷേട്ടൻ്റെ കൂടെ വരുമ്പോൾ ആരും കൂളായി പോകും. അങ്ങനെ നിവിൻ ചേട്ടനെ പിന്നെ നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള ജോണറാണല്ലോ നിവിൻ ചേട്ടൻ. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞാലും നിവിൻ ചേട്ടൻ ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിറ്റാന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. നിവിൻ ചേട്ടൻ കരയുമ്പോൾ നമുക്ക് കരയാൻ തോന്നുന്നുണ്ട്. ഈ ഫ്രണ്ട്സിനോടൊക്കെ പടം കാണാൻ പറയില്ലേ? നെസ്ലിയും അവരെല്ലാരും കാണും, എന്നെ വിളിച്ചിട്ടുണ്ടായി കാണും എന്ന് പറഞ്ഞു. എന്നെ കാണുമായിരിക്കും. ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല പടം കാണുമായിരിക്കും എന്തായാലും. അപ്പൊ എന്തായാലും ഇനി നിങ്ങൾ കണ്ടിട്ട് പറയും. അല്ലെ, നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ബാക്കിയുള്ളവർ കണ്ടിട്ട് പറയട്ടെ. അയ്യപ്പ. ഓക്കെ, താങ്ക് യു. ബൈ.